ഹലോ ഗൈസ്, എൻ ഗെയിമിനും നോവേ ഹോമിന് ശേഷം ഇത്രത്തോളം ഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാർവൽ മൂവി വേറെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചും പറയാൻ സാധിക്കും. അത്രത്തോളം ഒരു ഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ പേഴ്സണലി എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരു എന്താ പറയുക, ഒരു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി. കൂടാതെ തന്നെ ഈ ഒരു മൂവിയിൽ ഡെഡ്പൂളിൻ്റെ ഒരു അടിഞ്ഞാട്ടം തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വൂൾവറിൻ എന്ന ക്യാരക്ടറിന്, ഹ്യൂ ജാക്ക്മാൻ്റെ ആ ക്യാരക്ടറിന് അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസും വലുതാണ്. ആ ലെഗസി ഒട്ടും നശിപ്പിക്കാതെ തന്നെ ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡെഡ്പൂളിൻ്റെയും വൂൾവറിൻ്റെ ടീം ഓഫ് സീനൊക്കെ വേറെ ലെവലായിരുന്നു. ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മൂവിൽ 3D തന്നെ കാണാൻ ശ്രമിക്കുന്നത് 3D എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. ആ തുടക്കത്തിൽ കുറച്ച് സീനൊക്കെ 3D വേറെ ലെവൽ തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ധാരാളം ക്യാമിയോസും ഈ മൂവിയിലുണ്ട്. അതൊക്കെ എത്ര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാമിയോസ് തന്നെയാണ്. ഇനി ഈ മൂവിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മൂവി കണ്ടതാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ബൈ.